ലതുബ്ലൗന്ന ഫീ അംവാലികും വഅൻഫുസികും, നിങ്ങളുടെ ശരീരത്തിലൂടെ നിങ്ങളുടെ സമ്പാദ്യങ്ങളിലൂടെ ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ്, ജൂതന്മാരായ ആളുകളിൽ നിന്ന്, അതേപോലെ മിൻ ഖബ്ലികും വമിനല്ലദീന അശ്റകൂ, ഫാസിസ്റ്റുകളിൽ നിന്ന്, ജൂതന്മാരിൽ നിന്നും ഫാസിസ്റ്റുകളിൽ നിന്നും അദൻ കസീറാ, ധാരാളം ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടേണ്ടി വരും. അല്ലാഹ് പറയാണ് ഖുർആനിൽ, ജൂതന്മാരിൽ നിന്ന് അതേപോലെ ഫാസിസ്റ്റുകളിൽ നിന്ന് അദൻ കസീറാ, ധാരാളം പ്രയാസങ്ങൾ. അതൊരു പക്ഷേ ആദ്യം ഒരു മുത്തലാഖായിരിക്കും, പിന്നെ ഏക സിവിൽ കോഡായിരിക്കും, പിന്നെ NRC ആയിരിക്കും, CAB ആയിരിക്കും, പൗരത്വ രജിസ്ട്രേഷൻ ആയിരിക്കും. ഇങ്ങനെ നിരന്തരമായി ഓരോ വെല്ലുവിളികൾ ഫാസിസ്റ്റ് ശക്തികളിൽ നിന്ന് നിങ്ങൾ നേരിടേണ്ടി വരും. അല്ലാഹു പറയുന്നുണ്ട്, വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ്, നിങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥങ്ങൾ നൽകപ്പെട്ട മതങ്ങളിൽ നിന്ന്, അതാരാണ്? ക്രൈസ്തവരും ജൂതന്മാരും. അവരിൽ നിന്നും വമിനല്ലദീന അശ്റകൂ അദൻ കസീറാ, ബഹുദൈവ വിശ്വാസികളായ ഫാസിസ്റ്റുകളിൽ നിന്നും, എല്ലാവരിൽ നിന്നുമല്ല, ഫാസിസ്റ്റുകളായ ആളുകളിൽ നിന്നും അദൻ കസീറാ, ധാരാളം പ്രയാസങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരും. ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറയുന്നത്, വഇൻ തസ്ബിറൂ, നിങ്ങൾ ക്ഷമിക്കണം, വതത്തഖൂ, നിങ്ങൾ അല്ലാഹുവിനെ ഭയക്കണം. അഥവാ തഖ്വയിൽ നിന്ന് വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. തഖ്വ അവിടെ വിട്ടുപോകാൻ പാടില്ല. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹി, നിങ്ങൾ എപ്പോഴും അല്ലാഹു പറഞ്ഞത് ചെയ്യുകയും അല്ലാഹു ചെയ്യരുത് എന്ന് പറഞ്ഞതിൽ നിന്ന് മാറി നിൽക്കുകയും വേണം. തഖ്വ എന്ന് പറഞ്ഞാൽ അതാണ്, ഹറാമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, അല്ലാഹു ചെയ്യാൻ പറഞ്ഞത് ചെയ്യുകയും ചെയ്യല്ലേ എന്ന് പറഞ്ഞതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുക. അങ്ങനെ നല്ല തഖ്വയോടുകൂടെ മുത്തഖിയായി ജീവിച്ച് ക്ഷമയോടുകൂടി എല്ലാ പ്രതിസന്ധികളെയും എല്ലാ പ്രയാസങ്ങളെയും നിങ്ങൾ നേരിടണമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് കരുത്ത് നൽകട്ടെ, ഈമാനികമായ ആവേശം അല്ലാഹു നമ്മൾക്ക് നൽകട്ടെ. ഇവിടെ മറ്റൊരായത്ത് കാണാം, സൂറത്തു ആല ഇമ്രാനിലെ ഏകദേശം 139-ാമത്തെ ആയത്ത്, വലാ തഹിനൂ വലാ തഹ്സനൂ വലാ തഹിനൂ വലാ തഹ്സനൂ, മുഅ്മിനീങ്ങളെ നിങ്ങൾ ഒരിക്കലും നിന്ദ്യരാവാൻ പാടില്ല. വലാ തഹ്സനൂ, നിങ്ങൾ വിഷമിക്കാനും പാടില്ല, ദുഃഖിക്കാനും പാടില്ല. വഅൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളായി മാറിയാൽ നിങ്ങളെ മറികടക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ യഥാർത്ഥ മുഅ്മിനീങ്ങളായി മാറിയാൽ, യഥാർത്ഥ വിശ്വാസിയായി മാറിയാൽ നിങ്ങളെ മറികടക്കാനോ നിങ്ങളെ ഭയപ്പെടുത്താനോ നിങ്ങളെ പേടിപ്പിക്കാനോ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് വലാ തഹിനൂ വലാ തഹ്സനൂ, ആർക്കും അടിമവേല ചെയ്യാൻ നിങ്ങൾ പോവേണ്ട. ആരുടെ മുമ്പിലും മുട്ടുമടക്കാനോ പേടിച്ചു മുട്ടു വിറക്കാനോ നിൽക്കരുത്. ആരുടെ മുമ്പിലും അവരുടെ അടിമകളായി അടിമവേല ചെയ്യുന്ന, അവരുടെ ഷൂനക്കി കൊടുക്കുന്ന, പാദസേവ ചെയ്തു കൊടുക്കുന്ന, ഈ കീഴടങ്ങി കൊടുക്കുന്ന അടിയന്മാരായി അല്ലെങ്കിൽ അടിമകളായി നിങ്ങൾ മാറരുത്. വലാ തഹിനൂ, നിങ്ങൾ നിന്ദ്യരാവരുത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഓടിക്കാൻ നിന്നാൽ ഭയപ്പെടുത്താൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും, ഓടാൻ നിന്നാൽ ഓടിപ്പിക്കാൻ കുറെ ആളുകൾ ഉണ്ടാകും. അതുകൊണ്ട് വലാ തഹിനൂ, നിങ്ങൾ നിന്ദ്യരായി ഓടാൻ നിൽക്കരുത്, ഓടിക്കാനും ഭയപ്പെടാനും നിൽക്കരുത്. വലാ തഹ്സനൂ, നിങ്ങൾ വിഷമിക്കുകയും വേണ്ട. വഅൻതുമുൽ അലൗന, നിങ്ങളാണ് ഏറ്റവും ഉന്നതർ, നിങ്ങളെ മറികടക്കാൻ ഒരാൾക്കും കഴിയില്ല. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങളൊരു യഥാർത്ഥ വിശ്വാസിയായി മാറിയാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബാക്കളും അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളും മാന്മാരായ സ്വഹാബാക്കളും എല്ലാം ഒരു കൂട്ടം കൂടിയിരിക്കുമ്പോഴാണ് ഒരാൾ വന്ന് നബി തങ്ങളോട് പറയുന്നത്. നബി തങ്ങളോട് പറഞ്ഞു, നബിയേ, വലിയ ഒരു സൈന്യം, സുസജ്ജമായ ഒരു പട്ടാളം
നിങ്ങൾ ആക്രമിക്കാൻ വേണ്ടി കടന്നു വരുന്നുണ്ട് നബിയെ എന്ന് പറഞ്ഞപ്പോ പരിശുദ്ധമായ സൂറത്തു ആലു ഇമ്രാനിലെ 174-ാമത്തെ ആയത്ത് അല്ലാഹു പറയുന്നുണ്ട് ഹീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും വലിയൊരു കൂട്ടം ആളുകൾ നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി തയ്യാറായി കടന്നു വരികയാണെന്ന് പറഞ്ഞപ്പോ ഫസാദഹും ഈമാനാ അവർക്ക് ഈമാൻ വർദ്ധിച്ചു എന്നാണ് അല്ലാഹു പറയുന്നത്. വലിയൊരു സൈന്യം നിങ്ങൾ ആക്രമിക്കാനും പുറത്താക്കാനും തയ്യാറായി നിൽപ്പുണ്ടെന്നറിഞ്ഞപ്പോ ഫസാദഹും ഈമാനാ അവർക്ക് ഈമാൻ വർദ്ധിച്ചു എന്നാണ് അല്ലാഹു പറയുന്നത്. എന്ന് മാത്രമല്ല ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ തന്നെ വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ എന്നാണ് അവർ പറഞ്ഞത്. അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ നമ്മൾ ആരെയാണ് പേടിക്കേണ്ടത് എന്നാണ് അവർ ചോദിച്ചത്. അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ നമ്മൾ ആരെയാണ് പേടിക്കേണ്ടത്? ഫഖലബൂ ബിനിഅമതിൻ മിനല്ലാഹി വഫളൽ ഇങ്ങനെ പറയേണ്ട താമസം ഇങ്ങനെ ഒരു പ്രതിസന്ധിയുടെ പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന ഭയാനകമായ നാട്ടിൽ നിന്ന് ജനിച്ച നാട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ അല്ലാഹു നമ്മുടെ കൂടെയുണ്ടല്ലോ ഞാൻ അല്ലാഹുവിനെ ബരമേൽപ്പിക്കുകയാണെന്ന് ഏകസ്വരത്തോടുകൂടി എല്ലാവരും ഒന്നിച്ചു പറയുകയാണെങ്കിൽ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ അല്ലാഹു ഞങ്ങളുടെ കൂടെയുണ്ടാകുമ്പോൾ ഞങ്ങൾക്കാരെയാണ് പേടി, ഞങ്ങൾക്കാരെയാണ് ഭയം? ഇതിനേക്കാളും മുമ്പ് കഴിഞ്ഞുപോയ ഫൻളുറൂ കൈഫ കാന ആഖിബത്തുൽ മിൻ ഖബ്ലിഹിം നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകളുടെ ശിക്ഷകൾ എന്തായിരുന്നു അത് നിങ്ങളൊന്ന് നോക്കണേ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾ ഫൻളുറൂ കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ ധിക്കാരികളായ അഹങ്കാരികളായ തോന്നിവാസികളായ എത്രയോ ഭരണാധികാരികൾ ഇവിടെ കടന്നുപോയിട്ടുണ്ട്, എത്രയോ നേതാക്കന്മാർ ഇവിടെ കടന്നുപോയിട്ടുണ്ട്. അവരുടെ അന്ത്യം ചരിത്രമാണ്, അവരുടെ അവസാനം പാഠമാണ്. ചരിത്രത്തിന്റെ കാവ്യനീതി പഠിച്ചാൽ എന്താണ് ഓരോ ധിക്കാരികൾക്കും അഹങ്കാരികൾക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് പകൽ വെളിച്ചം പോലെ വ്യക്തമായിട്ടും ഇത് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും തയ്യാറാവുന്നില്ലെങ്കിൽ ആ കാവ്യനീതിയുടെ ഇരയായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആർക്കാ അവിടെ സംശയം? നമ്രൂദിന്റെ കഥകൾ പരിശുദ്ധ ഇസ്ലാമിക ചരിത്രം പഠിച്ചു നോക്കുമ്പോ നമ്രൂദിന്റെ കഥകൾ, ഫിർഔനിന്റെ കഥകൾ, അതേപോലെ തന്നെ അബൂജഹലിന്റെയും അബൂലഹബിന്റെയും കഥകൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിരന്തരമായി ചീത്ത പറഞ്ഞ, നബി തങ്ങളെ വെല്ലുവിളിച്ച, നബി തങ്ങളെ നീ നശിക്കട്ടെ എന്ന് പറഞ്ഞ, നീ ചത്തുപോകട്ടെ എന്ന് പറഞ്ഞ അബൂലഹബ് അവസാനം കുടുംബമില്ലാതെ, മക്കളില്ലാതെ, ഭാര്യയില്ലാതെ, സ്വന്തം ചങ്ങാതിമാരില്ലാതെ, പരിവാരങ്ങളില്ലാതെ, ശരീരം ചീഞ്ഞുനാറി ദുർഗന്ധം വമിക്കുന്ന ശരീരമായി അവസാനം ആ ശരീരത്തെ മറമാടാൻ പോലും ആളില്ലാതെ ഒറ്റപ്പെട്ടു പോയ അനുഭവം ഈ പരിശുദ്ധ ഖുർആൻ വളരെ ഭംഗിയായി നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നൂഹ് നബിയുടെ സമുദായത്തിന് അല്ലാഹു നൽകിയ ശിക്ഷ, ഹൂദ് നബിയുടെ സമുദായത്തിന്, മഹാനായ സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിന് ഒഴിഞ്ഞു കിടക്കുന്ന വിജനമായ പാറക്കൂട്ടങ്ങളിൽ നിന്ന് ഒട്ടകത്തെ നിങ്ങൾ പുറപ്പെടുവിച്ചാൽ നിങ്ങൾ മുസ്ലിമാകാമെന്ന് പറഞ്ഞവർ. സാലിഹ് നബിയോട് അങ്ങനെയല്ലേ പറഞ്ഞത്? മുസ്ലിമാവണം, അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല, അല്ലാഹുവാണ് ലോകത്ത് ആരാധനക്കർഹൻ, ഇത് നിങ്ങൾ വിശ്വസിക്കണം, ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണ്, ഇത് പറയാൻ നിങ്ങളിലേക്ക് അല്ലാഹുവിനെ പറഞ്ഞയച്ചതാണെന്ന് മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാം പറഞ്ഞപ്പോഴാണ് സ്വാലിഹ് നബി അലൈഹിസ്സലാമിനോട് അവിടുത്തെ ജനത പറഞ്ഞത്, ഈ വിജനമായി നീണ്ടുകിടക്കുന്ന പാറക്കൂട്ടങ്ങളിൽ നിന്ന് ഒട്ടകക്കുട്ടിയെ പ്രസവിച്ചാൽ ഒട്ടകക്കുട്ടിയെ പുറത്തെടുത്ത് കാണിച്ചു തന്നാൽ നിങ്ങളിൽ ഞാൻ വിശ്വസിച്ചോളാം എന്നാ പറഞ്ഞത്. നിങ്ങളിൽ ഞാൻ വിശ്വസിച്ചോളാം, ഞങ്ങളെല്ലാവരും മുസ്ലിമാണ്, നിങ്ങളൊരു പ്രവാചകനാണെന്ന്, അല്ലാഹു ഏകനായ ഇലാഹാണെന്ന് ഞങ്ങൾ വിശ്വസിച്ചോളാം എന്ന് പറഞ്ഞ് മഹാനായ സാലിഹ് നബി അലൈഹിസ്സലാമിനെ വെല്ലുവിളിച്ചപ്പോ അത്ഭുതകരമായി വിജനമായ പാറക്കൂട്ടത്തിൽ നിന്ന് ഒരു ഒട്ടകക്കുട്ടിയെ അല്ലാഹു പുറത്തു കൊണ്ടുവരികയാണ്. പക്ഷേ ധിക്കാരികളായ അഹങ്കാരികളായ ആളുകൾ അല്ലാഹുവിനെ കൊണ്ട്, റസൂലിനെ കൊണ്ട് വിശ്വസിക്കാൻ തയ്യാറാവാതെ അല്ലാഹു കൊണ്ടുവന്ന അല്ലാഹുവിന്റെ ദൈവികമായ കഴിവിലൂടെ കൊണ്ടുവന്ന ആ ഒട്ടകത്തെ അറുത്തു മാറ്റിയപ്പോ ഫദംദമ അലൈഹിം റബ്ബുഹും ഫസവ്വാഹാ
ഫദംദമ അലൈഹിം റബ്ബുഹും, അല്ലാഹു തആല ആ സമുദായത്തെ നശിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഓരോ സമുദായത്തിന്റെ അവസാനം എന്തായിരുന്നു എന്ന് നൂഹ് നബി ആയാലും ലൂത്ത് നബി ആയാലും സാലിഹ് നബി ആയാലും ഹൂദ് നബി ആയാലും മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമുദായമായാലും ലോകത്ത് പറയപ്പെട്ട സർവ്വ പ്രവാചകന്മാരുടെ ധിക്കാരികളായ ശത്രുക്കളുടെ പതനം, അവരുടെ അവസാനം എന്തായിരുന്നു എന്ന് വളരെ വ്യക്തമായി പരിശുദ്ധമായ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അതാണ് അല്ലാഹു പറഞ്ഞത്, ഫൻളുറൂ കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ. സത്യനിഷേധികളായ ധിക്കാരികളായ ആളുകളുടെ പര്യവസാനം എന്താണെന്ന് നിങ്ങൾ കാത്തിരുന്നോളൂ എന്നാണ് അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ നമ്മോട് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പാഠമാണ്, ചരിത്രമറിയുന്നവർക്ക് കാര്യങ്ങൾ പാഠമാണ്. ഹിറ്റ്ലറായാലും മുസോളിനി ആയാലും ജോർജ് ബുഷ് ആയാലും അതേപോലെ തന്നെ ഷാരോൺ ആയാലും ആരായാലും എല്ലാവർക്കും പാഠമാണ്, ചരിത്രങ്ങൾ പാഠമാണ്. പക്ഷേ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം കപിൽ സിബൽ പറഞ്ഞതുപോലെ ഇവിടെ ആർക്കും ആരെയും ഭയപ്പെടാനില്ല, ആരെയും പേടിക്കാനില്ല, ഏത് വിധി കൊണ്ടുവന്നാലും പേടിക്കാനില്ല. നമ്മൾ ഏകസ്വരത്തിൽ പറയേണ്ട ഒരു തീരുമാനം, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ ആരെയാണ് ഞാൻ പേടിക്കേണ്ടത്? അല്ലാഹു എന്റെ കൂടെ ഉണ്ടാകുമ്പോൾ ഞാൻ ആരെയാണ് പേടിക്കേണ്ടത്? എല്ലാം ഞാൻ അല്ലാഹുവിലേക്ക് പരമേൽപ്പിക്കുകയാണെന്ന് പറഞ്ഞാൽ അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ഓർമ്മയുണ്ടോ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ മുസ്ലിമായതിന്റെ പേരിൽ, ഇസ്ലാമിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചതിന്റെ പേരിൽ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞ സന്ദർഭം നമ്മൾ ഓർക്കണം. ആ സമയത്ത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ ഒരു വാക്കുണ്ട്, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. തീകുണ്ടാരത്തിലേക്ക് കത്തിജ്വലിക്കുന്ന തീജ്വാലകളിലേക്ക് ജീവനോടെ തെറ്റൊല്ലുകൊണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വലിച്ചെറിഞ്ഞപ്പോ പേടിച്ച് പിന്തിരിയാനോ പിന്മാറാനോ ഓടിപ്പോവാനോ കുതിരിമാറാനോ ശ്രമിക്കുന്നതിന് പകരം ഏത് തീരുമാനങ്ങളായാലും ഏത് വെല്ലുവിളിയായാലും അല്ലാഹുവിലേക്ക് പരമേൽപ്പിച്ച് ഞാൻ മുന്നേറുകയാണ്, മുന്നിട്ടിറങ്ങുകയാണ് എന്ന് പറഞ്ഞ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അല്ലാഹുവേ നിന്നെ പരമേൽപ്പിക്കുകയാണെന്ന് പറഞ്ഞ് ആ തീകുണ്ടാരത്തിലേക്ക് ചാടി തീകുണ്ടാരത്തിൽ കിടന്ന് കരിഞ്ഞ് അമരുന്നതിന് മുമ്പേ അല്ലാഹു തആല തീയിനോട് പറഞ്ഞ വാക്കുണ്ട്, ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. തീയേ ഇത് ഇബ്രാഹിമാണ് വന്നത്. ആ ഇബ്രാഹിമിന്റെ പ്രത്യേകത എന്തെന്നറിയോ? സമുദായത്തിൽ നിന്ന് പേടിച്ച് ഒളിച്ചോടി വന്നവരല്ല, ധീരമായി സമുദായത്തിന്റെ വെല്ലുവിളിയെ നെഞ്ചേറ്റിക്കൊണ്ട് എന്നെ പരമേൽപ്പിച്ച് തീയിലേക്ക് ചാടിയ ആളാണ്. അതുകൊണ്ട് തീയിനോട് പറഞ്ഞു, ഇബ്രാഹിമിനെ തൊടാൻ പാടില്ല. ഇത് ചരിത്രമല്ലേ? ഇത് ചരിത്രമല്ലേ? ഖുർആൻ മാത്രം പറയുന്ന ചരിത്രമാണോ ഇത്? തൗറാത്തിന്റെയും ബൈബിളിന്റെയും ഇൻജീലിന്റെയും സബൂറിന്റെയും ഏടുകളിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രങ്ങൾ കാണാൻ കഴിയും. മുൻകഴിഞ്ഞു പോയ വേദഗ്രന്ഥങ്ങളിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇത് വെറും പരിശുദ്ധമായ ഖുർആൻ മാത്രം പറഞ്ഞ ചരിത്രമല്ല. അല്ലാഹു തആല തീയിനോട് പറഞ്ഞത്, തീയിന്റെ സ്വഭാവം എന്താ? എന്താ തീയിന്റെ സ്വഭാവം? തീ എന്താ ചെയ്യാ? തീ എന്താ ചെയ്യാ? കരിച്ചുകളയും. അത് തീന്റെ സ്വഭാവമാണ്. വെള്ളം മുക്കിക്കളയും, അത് വെള്ളത്തിന്റെ സ്വഭാവമാണ്. അങ്ങനെ ഓരോന്നിനും ഓരോ സ്വഭാവങ്ങളുണ്ട്. പക്ഷേ തീനെയും വെള്ളത്തെയും നിയന്ത്രിക്കുന്ന സർവശക്തനായ അല്ലാഹു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ എന്ന് പറഞ്ഞ് തീയിലേക്ക് ചാടിയ ഇബ്രാഹിമെ ആ തീന്റെ ചൂടുകൊണ്ട് പ്രയാസം അനുഭവിക്കുന്നതിനു മുമ്പേ അല്ലാഹു തആല തീയിനെ വിളിച്ചിട്ട് പറഞ്ഞത്, ഖുൽനാ നാം പറഞ്ഞു ആരോട്? യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം എന്നാ പറഞ്ഞത്. ഇത് ഇബ്രാഹിമാണ്. ഇബ്രാഹിമിനെ കരിച്ചു കളയരുത്. ചൂട് വേണ്ട. എന്നാ ചൂട് വേണ്ട എന്ന് പറഞ്ഞാൽ തീ തണുപ്പാവും. ചൂട് മാറ്റണം എന്ന് പറഞ്ഞാൽ തണുപ്പാവും. തണുപ്പായാലും ഇബ്രാഹിമിന് ബുദ്ധിമുട്ടാണ്. അപ്പൊ തണുപ്പും വേണ്ട, ചൂടും വേണ്ട, തണുപ്പും വേണ്ട. യാ നാറു കൂനി ബർദൻ വസലാമ. നല്ല സമശീതോഷാന്തരീക്ഷം എന്ന് പറയില്ലേ, നല്ലൊരു അന്തരീക്ഷം, നല്ലൊരു അന്തരീക്ഷമായി മാറണം നാം പറഞ്ഞത്. അഥവാ ചൂടുമില്ല, തണുപ്പില്ല. കൂനി ബർദൻ വസലാമ, നല്ല തണുപ്പായി മാറേണ്ട. വസലാമ, നമ്മുടെ എയർ കണ്ടീഷൻ പോലെ കണ്ടീഷൻഡ് എയർ, നല്ല മനോഹരമായ ഒരു വായുവായി മാറണം. ഇങ്ങനെ തണുപ്പും വേണ്ട, ചൂടും വേണ്ട, അതിനിടയിൽ നല്ല മനോഹരമായ ഒരു പ്രകൃതി. തീ മാറ്റിക്കൊടുത്തു.
ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനെ അത്ഭുതകരമായി തീയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ എന്നുള്ളത് നമ്മുടെ ആയുധമാണ്. ഇത് വാക്കുകൊണ്ട് പറഞ്ഞാൽ പോരാ, ഹൃദയം കൊണ്ട് പറയാനുള്ള മനക്കരുത്ത് നമ്മൾക്ക് ഉണ്ടാവണം. മനസ്സിലായോ? പ്രതിസന്ധിയുടെ വാർത്തകൾ കേട്ടാൽ ഉടനെ തന്നെ പറയേണ്ടത് ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. അത് എന്ത് പ്രതിസന്ധിയാണെങ്കിലും ശരി, ഉരുൾപൊട്ടലാണ്, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. വലിയ കൊടുങ്കാറ്റും പ്രളയവും നമ്മുടെ നാടിനെ തിന്നാൻ പോവാണ്, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും. അലൈക തവക്കൽനാ വ ഇലൈക അനബ്നാ വ ഇലൈക്കൽ മസീർ. അങ്ങനെയാണ് പറയേണ്ടത്. അല്ലാഹുമ്മ അലൈക തവക്കൽനാ, അല്ലാഹുവേ ഞങ്ങൾ എല്ലാവരും നിന്നെ ബരമേൽപ്പിക്കുകയാണ്. അലൈക തവക്കൽനാ വ ഇലൈക അനബ്നാ, ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങേണ്ടവരാണ്. വ ഇലൈക്കൽ മസീർ, ഞങ്ങളുടെ യാത്ര നിന്നിലേക്കാണ്, ഞങ്ങൾ നിന്നിലേക്കാണ് എത്തേണ്ടത്. അതുകൊണ്ട് ഞങ്ങളുടെ സർവ്വ കാര്യങ്ങളും ഞങ്ങൾ നിന്നെ ബരമേൽപ്പിക്കുകയാണ്. അല്ലാഹുമ്മ അലൈക തവക്കൽനാ വ ഇലൈക അനബ്നാ വ ഇലൈക്കൽ മസീർ. ഇത് പറഞ്ഞ ആളുകൾ അല്ലാഹു കൈവടിയൂല. ഇത് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇതൊരു കരുത്താണ്. പക്ഷെ ഇത് പറയാനുള്ളൊരു മനസ്സ് നമ്മൾക്ക് ഉണ്ടാവണം. പേടിച്ചിട്ട് വിറച്ചിട്ട് പറയാനല്ല, പേടിച്ചിട്ട് വിറച്ചിട്ട് പറയാനല്ല. എന്ത് പ്രയാസം കേൾക്കുമ്പോഴും നമ്മുടെ നാവിൻ തുമ്പിൽ നിന്ന് ആദ്യം വരേണ്ടത് ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. അല്ലാഹു ഉണ്ടാകുമ്പോൾ ഞാൻ ആരെയാ പേടിക്കേണ്ടത്? അല്ലാഹു ഉണ്ടാകുമ്പോൾ ഞാൻ ആരെയാണ് പേടിക്കേണ്ടത്? മഹാനായ നൂഹ് നബി, മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തെ ആക്രമിക്കാൻ വേണ്ടി ആ സമുദായം അദ്ദേഹത്തെ ആക്രമിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയപ്പോൾ മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം പറഞ്ഞ ആയത്ത് സൂറത്ത് ഹൂദിൽ 56-ാമത്തെ ആയത്ത് അല്ലാഹു പറയുന്നുണ്ട്, ഇന്നി തവക്കൽതു അലല്ലാഹി റബ്ബി വ റബ്ബികും മാ മിൻ ദാബത്തിൻ ഇല്ലാ ഹുവ ആഖിദുൻ ബിനാസിയതിഹാ ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം. മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം പറഞ്ഞത്, ഇന്നി തവക്കൽതു അലല്ലാഹി റബ്ബി വ റബ്ബികും, നിങ്ങൾ എന്നെ ആക്രമിക്കാനാണ് തീരുമാനമെങ്കിൽ, എന്നെ ഇറക്കി വിടാനാണ് തീരുമാനമെങ്കിൽ, എന്നെ പരീക്ഷിക്കാനാണ് തീരുമാനമെങ്കിൽ, നിങ്ങളുടെയും എന്റെയും റബ്ബായ അല്ലാഹുവിനെ പരമേൽപ്പിക്കാനാണ് എന്റെ തീരുമാനം. നാട്ടിൽ നിന്ന് ഇറക്കി വിടാൻ വന്ന സമുദായത്തിന്റെ മുഖം നോക്കിയിട്ടായി പറയുന്നത്, നിങ്ങൾ എന്നെ ഇറക്കി വിടാനും എന്നെ ശിക്ഷിക്കാനും കൊല്ലാനുമാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ, ഇന്നി തവക്കൽതു അലല്ലാഹി റബ്ബി വ റബ്ബികും, നിങ്ങളുടെയും എന്റെയും റബ്ബായ, നിങ്ങളുടെയും എന്റെയും രക്ഷിതാവായ അല്ലാഹുവിനെ ഞാൻ ബലമേൽപ്പിക്കുകയാണ് എന്നാണ് മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം അക്രമികളുടെ മുഖം നോക്കി പറഞ്ഞത്. വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം فَلَيَعْلَمَنَّ اللَّهُ الَّذِينَ صَدَقُوا وَلَيَعْلَمَنَّ الْكَاذِبِينَ. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകളെ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. وَلَقَدْ فَتَنَّ الَّذِينَ مِنْ قَبْلِهِمْ, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകളെ നാം പരീക്ഷിച്ചിട്ടുണ്ട്. എന്തിനാണ് ഈ പരീക്ഷണങ്ങൾ? فَلَيَعْلَمَنَّ اللَّهُ الَّذِينَ صَدَقُوا, നിങ്ങളിൽ ആരാണ് ഈമാൻ ഉള്ളവർ എന്ന് പരീക്ഷിക്കാനാണത്. നിങ്ങളിൽ സത്യസന്ധരായ ആളുകൾ ആരാണെന്ന് പരീക്ഷിക്കാനാണത്. വലയഅലമന്നൽ കാദിബീൻ, സത്യനിഷേധികളായ ആളുകളെയും നുണയന്മാരായ ആളുകളെയും മുനാഫിഖീങ്ങളായ ആളുകളെയും തിരിച്ചറിയാനാണ് അല്ലാഹു തആല പരീക്ഷണങ്ങൾ നൽകുന്നത് എന്നാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മോട് പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകളെ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങളെയല്ല നിങ്ങളുടെ പ്രപിതാക്കളെയും നിങ്ങളുടെ പൂർവസൂരികളായ പ്രവാചകന്മാരെയും അല്ലാഹുവിന്റെ സലഫുസ് സാലിഹീങ്ങളായ സ്വഹാബാക്കളെയും അംബിയാക്കളെയും അല്ലാഹു പരീക്ഷിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു മിശ്രിതമായ ചിന്നിച്ചിതറി കിടക്കുന്ന ആളുകളിൽ നിന്ന്
ഈമാനുള്ള ആളുകളെ കടഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് പരീക്ഷണം എന്നാണ് അള്ളാഹു പറയുന്നത്. മുസ്ലിം തന്നെ പല കോലത്തിലും പല വേഷത്തിലും പല ചിന്താഗതിയിലുമുള്ള ആളുകളാണ് മുസ്ലിമീങ്ങൾ. എല്ലാ മുസ്ലിമീങ്ങളും ഒരേ ചിന്താഗതിക്കാരല്ല. പലരും പല സ്റ്റൈലിലാണ് ജീവിക്കുക. പലരുടെ ഈമാൻ പല രീതിയിലാണ്. അപ്പൊ ഈ ആളുകളിൽ നിന്ന് ഏറ്റവും ഈമാനുള്ള ആളുകളെ അള്ളാഹു വേർതിരിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഫിത്നകളും പരീക്ഷണങ്ങളും അള്ളാഹു നൽകുന്നത് എന്ന് സൂറത്തുൽ അൻകബൂത്തിൽ അള്ളാഹു നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞു സൂറത്തുൽ ബഖറ 214 ആയത്ത്, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്നഹ വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബഅസാഉ വല്ലറാ وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب أم حسبتم നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അൻ തദ്ഖുലുൽ ജന്ന നിങ്ങൾ സ്വർഗ്ഗത്തിലെത്തുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആളുകൾ അനുഭവിച്ച പരീക്ഷണങ്ങൾ, അവർ നേരിട്ട വെല്ലുവിളികൾ, ഇതൊന്നും അനുഭവിക്കാതെ ഇതൊന്നും നേരിടാതെ വെറുതെ അങ്ങ് സ്വർഗത്തിലേക്ക് കടക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലാഹു ചോദിക്കുകയാണ്, അം ഹസിബ്തും നിങ്ങൾ വിചാരിച്ചോ സ്വർഗം വളരെ എളുപ്പത്തിൽ കടക്കാൻ കഴിയുന്ന കടമ്പയാണ് എന്ന്, വളരെ എളുപ്പത്തിൽ പ്രവേശിക്കാൻ കഴിയുന്ന കെട്ടിടങ്ങളാണെന്ന്? ഇല്ല. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആളുകൾ അനുഭവിച്ചതുപോലെയുള്ള പ്രയാസങ്ങൾ നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുക തന്നെ ചെയ്യുമെന്നാ പറഞ്ഞത്. എന്താണ് നിങ്ങൾക്ക് മുമ്പുള്ളവർ അനുഭവിച്ചത്? മസ്സതുഹുമുൽ ബഅസാഉ വല്ലറാ അവർ അനുഭവിച്ച പ്രയാസങ്ങൾ നിരവധിയാണ്, പീഡനങ്ങൾ ഒരുപാടാണ്. അൽ ബഅസാഉ വല്ലറാ ഒരുപാട് ഫിത്നകൾ, ഒരുപാട് പരീക്ഷണങ്ങൾ, വെല്ലുവിളികൾ, മാറാരോഗങ്ങൾ, പ്രകമ്പനങ്ങൾ, പിടിച്ചു നിൽക്കാൻ കഴിയാത്തത്ര വലുപ്പമുള്ള അള്ളാഹുവിന്റെ നിരന്തരമായ പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആളുകൾ. അത് വെറും മുസ്ലിമീങ്ങളല്ല, അവരുടെ പ്രവാചകന്മാരടക്കം വെല്ലുവിളികൾ നേരിടേണ്ടി വന്നവരാണ്. അള്ളാഹു പറയുന്നുണ്ട്, മസ്സതുഹുമുൽ ബഅസാഉ വല്ലറാ അവർ ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടവരാണ്. എന്തിനേറെ വസുൽസിലൂ അവർ പ്രകമ്പനം കൊണ്ടിട്ടുണ്ട്, അവരുടെ കാലുകൾ പ്രകമ്പനം കൊണ്ടിട്ടുണ്ട്, പേടിച്ച് വിറച്ചു പോയിട്ടുണ്ട്. ഏതുവരെ? ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹ് അവരുടെ കൂടെയുള്ള വിശ്വാസി സമൂഹങ്ങളും പ്രവാചകന്മാരും ഒന്നിച്ച് അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ തുടങ്ങി. മതാ നസ്റുല്ലാഹ് അല്ലാഹുവേ എപ്പോഴാണ് നിന്റെ സഹായം ലഭിക്കുക? എപ്പോഴാണ് റബ്ബേ നിന്റെ സഹായം ലഭിക്കുക? മതാ നസ്റുല്ലാഹ് അല്ലാഹുവേ എപ്പോഴാണ് നിന്റെ സഹായം ലഭിക്കുക? ആരാ ചോദിക്കുന്നത്? മുസ്ലിമീങ്ങളായ ആളുകളും അവരുടെ കൂടെയുള്ള പ്രവാചകന്മാരും. ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ് കാലുകൾ പേടിച്ച് വിറച്ച് കാലിന്റെ താഴെയുള്ള ഭൂമി പോലും പ്രകമ്പനം കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഒരുപാട് നേരിട്ടതിന് ശേഷം അല്ലാഹുവിലേക്ക് അവർ മടങ്ങുന്നുണ്ട്. മതാ നസ്റുല്ലാഹ് അല്ലാഹുവേ എപ്പോഴാണ് റബ്ബേ നിന്റെ സഹായം ലഭിക്കുന്നത്? എപ്പോഴാണ് റബ്ബേ നിന്റെ സഹായം ലഭിക്കുക? അപ്പോഴാണ് അല്ലാഹു പറയുന്നത്, അലാ നിങ്ങൾ അറിയണം, ഇന്ന
നസ്റുല്ലാഹി ഖരീബ്. അല്ലാഹുവിന്റെ സഹായം താമസിയാതെ നിങ്ങൾക്ക് ലഭിക്കും, നിങ്ങൾ പേടിക്കേണ്ടതില്ല. അല്ലാഹുവിന്റെ സഹായം താമസിയാതെ നിങ്ങൾക്ക് ലഭിക്കും, നിങ്ങൾ പേടിക്കേണ്ടതില്ല എന്നാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ സൂറത്തുൽ ബഖറയിൽ നമ്മോട് പഠിപ്പിക്കുന്നത്.